എൻ്റെ എന്താ പറയുക വാട്ട്സ് ഇൻ മൈ പേഴ്സ് ഒന്നും പറയല്ലേ, കാരണം ഇതിൽ കുറച്ച് ചില്ലറ പൈസ ഉള്ളത് ബസ്സിന് പോകുള്ളത് പോയിട്ട് അവിടെ പോയിട്ട് എടുക്കുക. ഹലോ, അപ്പോൾ വാട്ട്സ് ഇൻ മൈ ഓഫീസ് ബാഗ്. അപ്പം ഇതാണ് നമ്മുടെ ഓഫീസ് ബാഗ് വരുന്നത്. ഈ ബാഗ് എന്ന് പറയുന്നത് ഞാൻ മീഷോയിൽ നിന്ന് എടുത്തതാണ്. ഞാൻ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ റേറ്റ് വരുന്നത് 160 സംതിങ് ആണ് വരുന്നത് കേട്ടോ. കറക്റ്റ് ഓർമ്മയില്ല, എന്തായാലും 200 രൂപയുടെ ഉള്ളിൽ. ഇതാണ്. ഞാനിപ്പോൾ ഇത് എടുത്തിട്ടൊരു എനിക്ക് തോന്നുന്നു ഒരു 5 മാസമൊക്കെ ആയിക്കാണും. കുഴപ്പമൊന്നുമില്ല. എൻ്റെ യൂസിങ് കുറച്ച് ഹാർഡ് യൂസിങ് ആയതുകൊണ്ട് തന്നെ ചെറിയതായിട്ടൊരു ഇതൊരു അപാകത ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല. കറൻ്റ്ലി ഞാൻ ഡെയിലി യൂസ് ചെയ്ത് പോകുന്നത് ഈ ഒരു ബാഗാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണാം. തുറക്കാം. ഇതിന് ഇവിടെ ഇങ്ങനെ ആയിട്ടോ വരുന്നത്. ഈ രണ്ടിങ്ങനെ ഹുക്ക് പോലെയല്ലേ ഇല്ലേ, സിബൊന്നല്ല, ആകെ ഒരൊറ്റ കള്ളി മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് നമ്മുടെ എന്താ കിട്ടാൻ നോക്കാം, സൺസ്ക്രീനാണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് ഫോക്സ് ടെയിലിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ. ഇത് ഞാൻ പോകുമ്പോൾ മാത്രം, ശരിക്കും പറഞ്ഞത് ഓഫീസിലേക്ക് പോകുമ്പോൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ. പിന്നെ ഇതിൻ്റെ യൂസൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ബാഗിൽ ഇടും. പിന്നെ എന്നിട്ടാ നോക്കാം. പിന്നെ ഇതിൻ്റെ ചാർജറാണ്. ഇത് ഒന്ന് വീട്ടിലും വെക്കും ഞാൻ, ഒന്ന് ഓഫീസിലേക്ക് പോകുമ്പോഴും യൂസ് ചെയ്യും. കാരണം അല്ലാന്ന് വെച്ചാൽ ഒരെണ്ണം അവിടെ വെച്ചിട്ട് മറക്കും, ഒരെണ്ണം ഇവിടെ വെച്ച് മറക്കും. അങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ടായതിന് ശേഷം ഞാൻ ഒരെണ്ണം ബാഗിലും വെക്കും, ഒരെണ്ണം വീട്ടിലും വെക്കും കേട്ടോ. എന്നിട്ട് പോരുമ്പോൾ അതെടുത്തിട്ട് പോകും. എങ്ങാനും ഇതവിടെ മിസ്സായി പോകണ്ട. അല്ലാന്നുണ്ടെങ്കിൽ ഇത് എനിക്ക് ചാർജ് ചെയ്യണം ഫോൺ മെയിനായിട്ട്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വേണം ചാർജർ, അതുകൊണ്ട് ഞാനിത് ചാർജർ. ഇതാരാന്നൊക്കെ അറിയില്ല, അറിയണവരൊന്ന് പറഞ്ഞാൽ കേട്ടോ. ഇതെനിക്ക് കിൻഡർ ജോയുടെ കൂടെ ഫ്രീ കിട്ടിയതാണ്. ഞാനൊരു മുതുക്കാണെങ്കിലും കിൻഡർ ജോയ് കഴിക്കും. അപ്പം അതിൻ്റെ കൂടെ കിട്ടിയത് കേട്ടോ. പിന്നെ ഒരു ജ്വല്ലറി ബോക്സാണ്. ഇതിൽ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല, ഒരൊറ്റൊരു ചെറിയൊരു ചെയ്യാൻ മാത്രമേ കിടക്കണുള്ളൂ. എനിക്ക് ഇതൊക്കെ ഞാൻ ഇട്ട് തുടങ്ങി, നമ്മുടെ ഈ ഒരു ബിസിനസ്സിലോട്ട് വന്നതിന് ശേഷം ഞാൻ അതൊക്കെ ഇട്ട് തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു ബോക്സാണ് കേട്ടോ. പിന്നെ ഡയറി വരുന്നുണ്ട്. ഈ ഡയറിയിൽ നമ്മൾ ഒക്കെയാണ് എഴുതുക, പക്ഷെ ഇതിൽ കുറയാണ് കുറേ. അപ്പം ഇത് നമ്മുടെ ഓഫീസിൽ നിന്ന് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പം അതിൽ എനിക്കൊരു ഗിഫ്റ്റ് പോലെ തന്നപ്പം അതിലുണ്ടായിരുന്ന ഡയറിയാണ് കേട്ടത്. പിന്നെ ഇത് ഹെഡ്സെറ്റാട്ടോ. ഇത് കുക്കി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതിൻ്റെ ഹെഡ്സെറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിട്ടാ. ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഹെഡ്സെറ്റ്. അത് ഞാൻ എന്നും ബാഗിലേക്ക് ബസ്സിലൊക്കെ പോകുമ്പോൾ ഒന്ന് പാട്ടൊക്കെ കേട്ടിട്ട് വേണം പോവാം, അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ വരും. കാര്യം കുറച്ച് ദൂരമുള്ളൂ, വലിയ ദൂരമൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഹെഡ്സെറ്റ് മസ്റ്റ്. പിന്നെ ഇതിൻ്റെ ചാർജറാണ് കേട്ടോ. ഇടയ്ക്ക് വന്നിട്ട് എൻ്റെ ഉണ്ണി വന്ന് പോയതാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പോസ്റ്റ് ചെയ്ത് വെച്ചത്, അവൾക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ചാർജർ, ഇതിൻ്റെ ചാർജർ കേട്ടോ. ഇതിൻ്റെ ചാർജറൊന്നുമല്ല, പക്ഷേ ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാർജർ. പിന്നെ എന്നെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവൾക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാനിപ്പോൾ വലിയൊരു പണിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
പോയിട്ട് അവിടെ പോയിട്ട് എടുക്കാം. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് തിരിച്ചിടേണ്ടി വന്നു. എനിക്കിപ്പോൾ ഈ ഡയറ്റ് പനിയും ജലദോഷവും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പം ഇത് ഞാൻ കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഡ്രസ്സൊക്കെ ഊരിപ്പോയി, പക്ഷെ വലിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം അടിപൊളിയാണ്. അപ്പം ഈ ഒരു ഇൻഹേലർ ഇതിലുണ്ട് കേട്ടോ. പിന്നെ ഇത് പനിക്കുമ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന പാരസെറ്റമോൾ ഒക്കെ തിന്ന് തീർത്തു. പിന്നെ ഇത് പേഴ്സാട്ടോ. ഇതിൽ എൻ്റെ ഓഫീസിൻ്റെ കീയും ഒക്കെ ഞാൻ ഈ പേഴ്സുമ്പോഴാണ് വയ്ക്കുക. ഈ പേഴ്സാണ് വരുന്നത്. ഇതിൻ്റെ എന്താ പറയുക, വാട്ട്സ് ഇൻ മൈ പേഴ്സ് ഒന്നും പറയല്ലേ, കാരണം ഇതിൽ കുറച്ച് ചില്ലറ പൈസ ഉള്ളത്, ബസ്സിൽ പോകുന്നത്. ഇത് കണ്ട, ഇതൊരു കീ ചെയിൻ ആയിരുന്നു. ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ മുകളിലില്ലേ, ഇപ്പം ഞാൻ ഇതുമിട്ടിട്ടുള്ള കീ ചെയിൻ എന്ന് പറയണത് ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് പൈപ്പ് ക്ലീനർ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റിലുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് ഇതായിരുന്നു. ഇതെനിക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടി ശിശു എനിക്ക് അവൾ ട്രിപ്പ് പോയി വരുമ്പോൾ മേടിച്ചുകൊണ്ട് വന്ന് തന്നാട്ടാ. റോഡാണ്, വണ്ടിയൊക്കെ പോവും, അതിൻ്റെ നോക്കണ്ട. അപ്പോൾ അതിൻ്റെതാണ് ഈ ഫസ്റ്റ് കാണുന്നത്. ഇതിൻ്റെ രണ്ടാമത്തത് ഞാനിത് ഇങ്ങനെ ഇട്ടതുകൊണ്ട് ചമ്മന്തി തുടങ്ങി പൈപ്പ് ക്ലീനർ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ആറഞ്ചും പുറഞ്ചും കൊടുത്ത് വടിക്കുമ്പോൾ ഇത് ഇങ്ങനെയുണ്ട്. ഇത് ഭംഗിയുണ്ടോ? ഇത് ഞാൻ ഉണ്ടാക്കിയതാ. പിന്നെ വരുന്നത് വാസ്ലീനാണ്. ഈ വാസ്ലീൻ ഞാൻ കൂടെ കൊണ്ടു നടക്കാൻ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ വാസ്ലീനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാലത്ത് എൻ്റെ ചുണ്ടിനെ രക്ഷിച്ചത് ഈ കാണുന്ന വാസ്ലീനാണ്. കാരണം ഈ വർഷമാണ് കഴിഞ്ഞ വർഷം എന്ന് പറയാം, ആ ഒരു കാലാവസ്ഥ വന്ന ടൈമിൽ ഒരു ചുണ്ട് ഭയങ്കര സീനായിരുന്നു. അതിൻ്റെ ഇവിടെ മൊത്തം പൊട്ടി നാശമായിട്ട് ഇവിടൊക്കെ പൊളൊക്കെ വന്നു. എനിക്ക് ഫസ്റ്റ് ടൈം ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ ചുറ്റോറം കറുത്തു, കരിക്കട്ട കളറിലായിരുന്നു ചുണ്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇപ്പോൾ ഓക്കെ ആയി വന്നതാണ്. പ്രത്യേകിച്ച് ഞാൻ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അതാ ഒരു കാലാവസ്ഥ കഴിഞ്ഞപ്പോൾ അത് മാറി വന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് എന്നെ രക്ഷിച്ചത് ഈ ഒരു വാസ്ലീനാണ്. എനിക്ക് കുറച്ചെങ്കിലും ആശ്വാസം തന്നിട്ട്. വാസ്ലീൻ്റെ പ്രമോഷനൊന്നും അല്ല, എന്തായാലും പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഞാനിത് കുറേ തിന്നിട്ടുമുണ്ട്, ഉണ്ടാക്കിയതൊക്കെ തിന്നിട്ടുമുണ്ട്, കുറേ തേച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഈ ഒരു വാസ്ലീൻ, ഇപ്പം എൻ്റെ ചുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഡ്രൈ ആകും അതിന് ശേഷം. അപ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്യുക. അപ്പം അങ്ങനെ കഴിഞ്ഞു, ഇനിയൊന്നുമില്ല. അപ്പം ഇതാണ് നമ്മുടെ വാട്ട്സ് ഇൻ മൈ ബാഗ് വരുന്നത്. ബാഗിലെ സാധനങ്ങളൊക്കെ അതുപോലെ വയ്ക്കാം. അപ്പോൾ ലഞ്ച് ബോക്സും അതുപോലെ വെള്ളം കുപ്പിയൊന്നും ഞാൻ അതിൽ കാണിക്കണില്ല. അപ്പോൾ നിങ്ങൾ പറയും കഴുകാണ്ട് ഇതിലെടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ അതൊന്നും ഞാൻ ഇതിൽ വെച്ചിട്ടില്ല കേട്ടോ. പിന്നെ അത്രേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും സിമ്പിൾ വീഡിയോസൊക്കെ പറയണം, ഞാൻ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ.